പ്രൊട്ടസ്റ്റന്റുകാരെ ഭയക്കുന്ന 3 സഭാപിതാക്കന്മാരുണ്ട്. അവർ റോമിലെ ക്ലെമന്റസ്, സ്മിർനയിലെ പോളികാർപ്പ്, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് എന്നിവരാണ്. പോളികാർപ്പും ഇഗ്നേഷ്യസും ജോണിന്റെ ശിഷ്യന്മാരാണ്. പീറ്ററിന്റെയും പോളിന്റെയും ശിഷ്യനാണ് ക്ലെമന്റസ്. പൗലോസ് തന്റെ ഒരു ലേഖനത്തിൽ ക്ലെമന്റസിനെ പരാമർശിക്കുകയും ചെയ്തു. സഭ സത്യത്തിന്റെ അടിത്തറയും സ്തംഭവുമാണെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. സഭയെ നശിപ്പിക്കാനാവില്ലെന്ന് ബൈബിൾ പറയുന്നു. സഭ ദൈവത്താൽ തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൊട്ടസ്റ്റന്റുകാർ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിശ്വാസികൾ പറയുന്നത് സഭ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി എന്നാണ്. അവരിൽ ചിലർ പറയുന്നത് കോൺസ്റ്റന്റൈൻ സഭയെ പുറജാതീയത കൊണ്ട് നിറയ്ക്കാൻ ഉണ്ടാക്കിയതാണെന്ന്. സഭ പതുക്കെ പുറജാതീയതയാൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നു. യേശുവിന്റെയും അവന്റെ അപ്പോസ്തലന്മാരുടെയും കാലത്തിനുശേഷം സഭ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയതായി ചിലർ പറയുന്നു. 2 തെസ്സലോനീക്യർ അധ്യായം 3 വാക്യം 15 പൗലോസ് പറയുന്നു, അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചുനിൽക്കുകയും ചെയ്യുക. അടുത്ത അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അലസതയിലും ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നു സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവിന്റെ അത്താഴം യഥാർത്ഥ മാംസവും രക്തവും ആണെന്നും നിങ്ങൾക്ക് അപ്പോസ്തോലിക പിന്തുടർച്ച വേണമെന്നും ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത് ഈ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. നിങ്ങൾ വിശുദ്ധരോട് പ്രാർത്ഥന ആവശ്യപ്പെടണമെന്ന് അവർ പഠിപ്പിക്കുന്നു.